ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ നമുക്കൊരു 3D ഒബ്ജക്റ്റ് നമുക്ക് തരുന്നു. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ വ്യൂ ചെയ്യണു, അതിന്റെ വ്യൂസ് നമ്മൾ വരയ്ക്കാൻ പോകും. അപ്പൊ നമ്മളിപ്പോ പഠിച്ച പോലെ തന്നെ നമുക്ക് 2 വ്യൂ ഉണ്ടായിരിക്കും, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വെക്കും, ചിലപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വെക്കും, ചിലപ്പോൾ തേർഡ് ക്വാർട്ടറിൽ വെക്കും, ചിലപ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ വെക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കേസിൽ നമ്മൾ ആസ് എൻ ഇന്ത്യൻ വിൽ ബി ഫോളോയിങ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ചിട്ട് അതിന്റെ പ്രൊജക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി ഒരു 3D ഒബ്ജക്റ്റ് നിങ്ങൾക്ക് തരും, 3D ഒബ്ജക്റ്റ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് വ്യൂസ് വരയ്ക്കാൻ പറയും. ഡിഫറെന്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുന്നു അതിന്റെ വ്യൂസ് വരയ്ക്കാം. മെയിൻലി അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ പോയിന്റ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് 2 തരത്തിൽ എങ്ങനെ നോക്കേണ്ടത് നമുക്കറിയാം. അതിന് നേരെ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കാം. നേരെ ഫ്രണ്ടിൽ നമുക്ക് ചിലപ്പോൾ ചെരിച്ചിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 3D വ്യൂ കിട്ടണമെങ്കിൽ എപ്പോഴും സൈഡിൽ നിന്ന് നോക്കണം, അല്ലേ? നമ്മൾ സൈഡിൽ നിന്നല്ലേ ക്യൂബിന്റെ ഒക്കെ 3D വ്യൂ എല്ലാവരും വരച്ചിട്ടുണ്ടായിരിക്കും. സ്കൂളുകളിലൊക്കെ ടീച്ചർമാരൊക്കെ ബോർഡിലൊക്കെ വരയ്ക്കാറുള്ളതാണ്. അപ്പൊ അതേപോലെ നമുക്ക് 3D വ്യൂ കിട്ടണം. ക്യൂബിന് നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കാണാം? നമുക്ക് സ്ക്വയറെ കാണാൻ പറ്റുള്ളൂ. ക്യൂബിന് നേരെ ടോപ്പിൽ നോക്കിയാൽ എന്താണ്? അപ്പോഴും നമുക്കൊരു സ്ക്വയറെ കാണാൻ പറ്റുള്ളൂ. ക്യൂബായിട്ട് കാണണമെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് ചെരിഞ്ഞിട്ട് നോക്കണം. നേരെ സൈഡിൽ നോക്കിയാൽ പോരാ, കുറച്ച് ഒന്നെങ്കിൽ താഴ്ന്ന് അല്ലെങ്കിൽ കുറച്ച് മേലെ നിന്ന് നമ്മൾ ക്യൂബിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ 3D ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് തരുന്നത് ഒരു 3D ഷേപ്പ് ആയിരിക്കും. ആൻഡ് യൂസിങ് ദാറ്റ് 3D ഷേപ്പ് യു വിൽ ബി ക്രിയേറ്റിംഗ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒബ്ജക്റ്റിനെ സൈഡിൽ നിന്നും കൂടി നമ്മളൊന്ന് വ്യൂ ചെയ്യും. ആ ഒബ്ജക്റ്റിനെ നമ്മൾ സൈഡിൽ നിന്നും കൂടി വ്യൂ ചെയ്യും. ആ വ്യൂവും കൂടി നമ്മൾ അതിൽ പ്ലോട്ട് ചെയ്യും. നമുക്ക് ഇനി നമ്മളെ ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പല ടൈപ്പിലുള്ള 3D ഒബ്ജക്റ്റുകൾ വരും. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടായിരിക്കും. ഇൻസ്ട്രുമെന്റ് ബോക്സ് നമ്മൾ എന്തായിട്ട് നമ്മൾ എന്ത് ടൈപ്പ് സോളിഡ് ആണ്? അതിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഷേപ്പ്. എന്ത് ഷേപ്പ് എന്നാ പറയാ നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഷേപ്പ്? പല ടൈപ്പ് ജോമെട്രിക് ഷേപ്പുകളൊക്കെ. ക്യൂബോയിഡ് ആണോ അതിന്റെ ഷേപ്പ്? ഈ ക്യൂബോയിഡ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണോ ഈ ക്യൂബോയിഡ് എന്ന് പറഞ്ഞ്? ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ടോപ്പ് നോക്കുമ്പോൾ എന്താ കാണാം നമുക്ക്? ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ടോപ്പ് നോക്കുമ്പോൾ എന്താ കാണാം? റെക്ടാംഗിൾ കാണാം. ഓക്കെ, ഫ്രണ്ട് നോക്കുമ്പോഴും റെക്ടാംഗിൾ കാണാം. ഓക്കെ, ക്യൂബോയിഡ് നമുക്ക് പറയാം, അത് ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രിസം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? പ്രിസം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ബ്രിക്ക് ഷേപ്പ്. ഓക്കെ, നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ബ്രിക്ക് ഷേപ്പിലാണ്, അതൊക്കെ പറയാം. നമ്മൾ എന്തിനാ ഇപ്പൊ ഇൻസ്ട്രുമെന്റ് ബോക്സ് പറഞ്ഞു? ഓക്കെ, നമുക്ക് അതിന്റെ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അപ്പൊ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഷേപ്പ് നമ്മൾ പ്രിസം എന്നാണ് പറയാം. അങ്ങനെയുള്ള സോളിഡ് ഒബ്ജക്റ്റിനെ പ്രിസം എന്ന് പറയും. അപ്പൊ ഈ പ്രിസത്തിന് എന്തായാലും ഒരു ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ 3 ടേംസുകൾ ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഇല്ല, എന്തായാലും പ്രിസത്തിനൊരു ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അലോങ് ദ ഹൈറ്റ് അതിനെ 2ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഉണ്ടായിരിക്കുമല്ലോ. കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സെന്റർ ഭാഗം, ഇതിപ്പോ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണോ കാണുന്നത് അതിനെയാണ് നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും ഇപ്പോൾ റെക്ടാംഗിൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ ബുക്ക്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലെങ്ത് കൂടിയതായിരിക്കും അതിന്റെ ഹൈറ്റ്. അപ്പൊ അതിന് ഞാൻ അലോങ് ദ ഹൈറ്റ് അതിന് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ എന്താണ് ഞാൻ കാണുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ അതേപോലെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഇൻസ്ട്രുമെന്റ് ബോക്സിനെ അലോങ് ദ ഹൈറ്റ് ഏറ്റവും ലെങ്ത് കൂടിയ പോർഷനിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുക? അതായിരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ. ആൻഡ് വി വിൽ ബി സീയിങ് എ റെക്ടാംഗിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ കോൾ അവർ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആസ് എ റെക്ടാംഗുലർ പ്രിസം. നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ ഒരു റെക്ടാംഗുലർ പ്രിസം എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻസ്ട്രുമെന്റ് ബോക്സ്
അതേപോലെ തന്നെ ഈ പെൻ, എൻ്റെ കയ്യിലുള്ള, നിങ്ങളുടെ കയ്യിലുള്ള പെന്നോ എൻ്റെ കയ്യിലുള്ള പെന്നോ ഏത് പെന്നെല്ലാം ആയിക്കോട്ടെ, ഒരുവിധം പെന്നെല്ലാം സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ പ്രിസം അല്ലെങ്കിൽ സർക്കുലർ പ്രിസം, സർക്കുലർ പ്രിസം എന്ന് പറയില്ല, സിലിണ്ടർ എന്നാണ് പറയും. ക്രോസ് സെക്ഷൻ സർക്കിൾ ആയിട്ട് വരുന്ന പ്രിസത്തിന് നമ്മൾ സിലിണ്ടർ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ട്രയാങ്കിൾ ആയിട്ട് വരും. ചില പെൻസിലുകളൊക്കെ ട്രയാങ്കിൾ ക്രോസ് സെക്ഷനിൽ, ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുണ്ടാകും പെൻസിലുകൾ, ട്രയാങ്കിൾ ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ നമുക്ക് ഹെക്സഗൺ വരും. നോർമൽ എല്ലാ പെൻസിലുകളും ക്രോസ് സെക്ഷൻ ഹെക്സഗൺ ആയിരിക്കും. പിന്നെ അതുപോലെ ഒക്ടഗൺ, ഒക്ട എന്ന് പറഞ്ഞാൽ 8 സൈഡ് വരുന്ന, 8 സൈഡ് ഒരു ജോമെട്രിക്കൽ ഫിഗറിന്റെ 8 സൈഡ് ഉണ്ടെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എൻ ഒക്ടഗൺ. അപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രോസ് കിട്ടുമ്പോൾ തട്ടിയിട്ടുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒക്ടഗൺ ആണ് കാണുന്നത്. ഒക്ടഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, പെന്റഗണൽ പ്രിസം, അങ്ങനെ കുറെ പ്രിസംസ് നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ കൊണ്ടുവച്ചിട്ട് അതിനെ 3 ഡിഫറെന്റ് ആംഗിളിൽ നിന്ന്, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് സൈഡിൽ നമ്മൾ വ്യൂ ചെയ്യണം. അങ്ങനെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുകൂടാതെ വി വിൽ ബി ലുക്കിംഗ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ്. നോർമലി വി വിൽ ബി ഫോളോയിങ് ലെഫ്റ്റ് സൈഡ് വ്യൂ. അതിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂ ചിലപ്പോൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഒബ്ജക്റ്റ് നിങ്ങൾക്ക് തരും. അപ്പൊ എല്ലാവരുടെ കയ്യിലും പെൻസില്, സ്കെയില് ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പെൻസിലും സ്കെയിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ഒബ്ജക്റ്റുകളായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ വയ്ക്കുകയാണ്. നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ഒക്കെ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോ അതിനു മുന്നേ നമുക്ക് ഓരോ പ്രൊഫൈൽ പ്ലെയിനുകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കുറച്ച് പ്ലെയിനുകൾ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വരുന്ന വേറൊരു പ്ലെയിൻ ആണ് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ. ഈ പ്രൊഫൈൽ പ്ലെയിനിലാണ് നമുക്ക് സൈഡ് വ്യൂ വരുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് വ്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വെർട്ടിക്കൽ പ്ലെയിനിൽ കാണുന്ന വ്യൂവിന് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പേര് പറഞ്ഞു. ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കാണുന്ന വ്യൂവിനെ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പേര് കൊടുത്തു, ടോപ്പ് വ്യൂ. പ്രൊഫൈൽ പ്ലെയിനിൽ കാണുന്ന വ്യൂവിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? നെയിം ഇറ്റ് ആസ് സൈഡ് വ്യൂ. നമുക്ക് 3 വ്യൂസ് ആണുള്ളത്. നോർമലി നമ്മളൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്ത് കാണുന്നു? നമ്മൾ പോയിന്റ് ആയിട്ട് കാണുന്നു. ടോപ്പിൽ നിന്ന് എന്ത് കാണുന്നു? അഗൈൻ വി വിൽ സീ ഇറ്റ് ആസ് എ പോയിന്റ്. സൈഡിൽ നിന്ന് എന്ത് കാണുന്നു? വി വിൽ സീ ഇറ്റ് ആസ് എ പോയിന്റ്. അപ്പൊ നമ്മൾ അതിന്റെ വ്യൂസ് വരയ്ക്കാൻ പറഞ്ഞാല് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്താ? ആദ്യം നമ്മൾ എക്സ് ലൈൻ വരയ്ക്കും. ഫസ്റ്റ് എക്സ് ലൈൻ വരയ്ക്കും, എക്സ് വൈ എന്ന് പേര് കൊടുക്കും. ഫസ്റ്റ് വിൽ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ, then we will draw the top view. നമ്മളെപ്പോഴും റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കും. ഇവിടെ നിന്നല്ല നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ആക്സിസ് വരച്ചിട്ട് ഇതിന് നേരെ നമ്മൾ വ്യൂ വരയ്ക്കും. ഈ ഭാഗത്തായിട്ട് നമ്മൾ വ്യൂ വരയ്ക്കും. അതിന് കുറച്ച് കണക്കുകളൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ട് വ്യൂവിന്റെ അതേ ലൈനിലായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ വരിക. അതുപോലെ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടി വരിക. അത് നമ്മളിപ്പോൾ ആവശ്യമില്ല, നമുക്ക് പോയിന്റ്സിന്റെ ഡീറ്റെയിൽ പഠിക്കുമ്പോൾ പഠിക്കാം. തൽക്കാലം നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ അതിന്റെ റൈറ്റ് സൈഡിലാണ് വരയ്ക്കുക എന്നുള്ള കാര്യം പഠിക്കും. നമുക്ക് 3 പ്ലെയിൻസിൽ നിന്നും ഒരു പ്ലെയിന്റെ പേര് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് തേർഡ് പ്ലെയിൻ പ്രൊഫൈൽ പ്ലെയിൻ എന്നുള്ള പ്ലെയിന്റെ പേരും കൂടി നമ്മൾ എക്സ്ട്രാ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഇതിന്റെ പ്രൊഫൈൽ, ഓരോ പ്ലെയിന്റെ റൊട്ടേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, പ്രൊഫൈൽ പ്ലെയിൻ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കാൻ കാരണം. അവിടെ കാണുന്ന വ്യൂ കണ്ട LSV എന്ന് അവർ മാർക്ക് ചെയ്തേക്കണം. ഇറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന പേര്, അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. അതുകൊണ്ടാണ് LSV എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ വരയ്ക്കേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിൽ, നമ്മുടെ ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂ വരച്ചതിന്റെ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ആംഗിൾ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ഉണ്ട്.
ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും ഉണ്ടെന്ന്. ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഡ്രോയിങ്സ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് വരയ്ക്കുക. ഫസ്റ്റ് ക്വാർട്ടറിൽ വെക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിന് മേലെയും ടോപ്പ് വ്യൂ താഴെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. നോർമലി നമ്മൾ ഒബ്ജക്റ്റ് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിട്ടാണ് വരയ്ക്കുക. ഇപ്പൊ വീടാണെങ്കിലും അല്ലെങ്കിൽ എന്തിന്റെ പ്ലാൻ ആണെങ്കിലും നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിട്ട് വരയ്ക്കുക. നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ എക്സ് ലൈനോട് ചേർത്ത് വരയ്ക്കും, ടോപ്പ് വ്യൂ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കും, വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ. ബട്ട് വേറെ കുറെ രാജ്യങ്ങളിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് തേർഡ് ക്വാർട്ടറിൽ വെക്കും. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ, ഈ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗർ നമുക്ക് തരുന്ന ഡ്രോയിങ്ങിന്റെ ഒരു കോർണറിൽ വരച്ചിട്ടുണ്ടായിരിക്കും. നോർമലി റൈറ്റ് ബോട്ടം കോർണറിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫിഗർ അവർ വരച്ചിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ വരച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ഫിഗർ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓർ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ നമ്മൾ കിട്ടിയ ഡ്രോയിങ് റീഡ് ചെയ്യണതിന് മുന്നേ ഇത് ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, ചിലപ്പോൾ നമ്മൾ ആഫ്റ്റർ ജോബ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് പുറത്ത് ഏതെങ്കിലും കൺട്രീസിലായിരിക്കും. ആ കൺട്രീസിൽ പോയിട്ട് നമ്മൾ ഡ്രോയിങ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വെദർ ഇറ്റ്സ് എ ഫസ്റ്റ് ആംഗിൾ ഓർ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ നമ്മൾ ഏത് ആംഗിൾ, പിന്നെ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡ്രോയിങ്സ് അനലൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ വീടിന്റെ ഡ്രോയിങ് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും പ്ലാൻ എന്താ, എലിവേഷൻ എന്താണ്. പക്ഷെ എക്യുപ്മെന്റ് ഡ്രോയിങ്, പൈപ്പ് ലൈൻ ഡ്രോയിങ്സ്, അങ്ങനെ കുറെ ഡ്രോയിങ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരുപാട് ഡ്രോയിങ്സ് നമുക്ക് വരുന്നുണ്ട്. ബിടെക്കിന് പഠിക്കുന്ന ഡ്രോയിങ് കൂടാണ്ട് ആഫ്റ്റർ ബിടെക് അല്ലെങ്കിൽ ബിടെക്കിന്റെ കൂടെ നമ്മൾ കുറെ ആഡ് ഓൺ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആഡ് ഓൺ കോഴ്സിനൊക്കെ നമുക്ക് കുറെ പൈപ്പ് ലൈനിന്റെ ഡ്രോയിങ്സുകൾ, എക്സ്ട്രാ കുറെ MEP മെക്കാനിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്സുകൾ, അങ്ങനെ കുറെ ഡ്രോയിങ്സ് നമുക്ക് പഠിക്കേണ്ടി വരും. എല്ലാ ഡ്രോയിങ്സും ഓരോ കൺട്രീസിലും ഫോളോ ചെയ്യുന്ന ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. ഏത് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് അറിഞ്ഞാലേ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം വെദർ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആംഗിൾ ഓർ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പോലെ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വരയ്ക്കാൻ പോകാം. അപ്പൊ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നിർമ്മിക്കാൻ തരാൻ പോകണം. ഇതാണ് എന്റെ ഒബ്ജക്റ്റ്. ഇതെന്താണ്? ഈ ഒബ്ജക്റ്റിന് എന്ത് പേര് പറയും നമ്മള്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഈ ഒബ്ജക്റ്റിന് എന്ത് പേരാണ് ഞാൻ കൊടുക്കുക? നമ്മൾ കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞു പഠിക്കാം. ഈ ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ. സ്പെല്ലിംഗ് കുറച്ച് കുഴപ്പമില്ല, എനിവേ കണ്ടന്റ് മനസ്സിലായല്ലോ. ആസ് എ എഞ്ചിനീയർ നമുക്ക് സ്പെല്ലിങ്ങിനായിട്ടും കൂടുതൽ നമുക്ക് അതിന്റെ കൺസെപ്റ്റും എന്തൊക്കെയാണ് ആവശ്യം. ഓക്കെ. യെസ്, ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ പ്രിസം. അപ്പൊ ഇത് നിങ്ങൾക്കൊരു 3D വ്യൂ ആയിട്ട് തന്നു. നിങ്ങളോട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞു. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഡയമെൻഷൻസ് വരും. ഇതിൽ ഞാൻ ഡയമെൻഷൻ തരാം. സോ ലെറ്റ് ഇറ്റ് ബി 10 mm and let this be 50 mm and let this be 20 mm. വേഗം നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഒന്ന് വരയ്ക്കാം. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇത് ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ച്, ഇത് ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ അതിനെ നോക്കുന്നു. അപ്പൊ അതിന് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ എന്താണ് കാണുക, ടോപ്പ് വ്യൂ എന്താണ് കാണുന്നത്, വേഗം വരയ്ക്കാം. നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ അതിലേക്ക് കാണുക, അല്ല കറക്റ്റ് ടോപ്പ് നോക്കുമ്പോൾ വാട്ട് യു വിൽ സീ. അങ്ങനെ 2 വ്യൂസ് വേഗം വരയ്ക്കാം. HP ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. HP എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, VP എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇഷ്ടം പോലെ എടുക്കാം. ഒന്നും തന്നിട്ടില്ല. ചിലപ്പോൾ HP ഇരിക്കാം, VP ഇരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. അതൊന്നും ഞാൻ പറയുന്നില്ല.
ജസ്റ്റ് ഇതിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് കാണുക, അതുപോലെ കറക്റ്റ് ടോപ്പിൽ നോക്കുമ്പോൾ എന്ത് ഷേപ്പാണ് കാണുക. അത് രണ്ടും ഒരു എക്സ് വൈ ലൈൻ വരച്ചിട്ട് അതിലെവിടെയാ ഏത് ഷേപ്പാണ് വരിക വെച്ചെങ്കിൽ നോക്കിയിട്ട് വേഗം വരയ്ക്കാം. എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പിന് നേരെ അടിയിലായിട്ട് അടുത്ത ഷേപ്പ് വരയാൻ നോക്കുക. നമ്മൾ പോയിന്റ്സ് വരച്ചപ്പോൾ അങ്ങനെയല്ല വരച്ച് നേരെ അടിയിൽ ആ ഡാഷ് വരണം പോലെ. അതേപോലെ തന്നെ നമുക്ക് ഓരോ പോയിന്റ്സിന് പേര് കൊടുത്താലോ, നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. പോയിന്റിന് എ ബി സി ഡി, ഇ എഫ് ജി. ഇവിടുത്തെ പോയിന്റ് കൂടി ഉണ്ട്, അവിടെ ഞാൻ എച്ച് എന്ന് പേര് കൊടുത്തു. കാണാത്ത ലൈൻ ആയതുകൊണ്ട് ഞാൻ കുത്തൊരു ഡാഷ് ഇട്ടിട്ട് മാർക്ക് ചെയ്തു. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രം മതി. സൈഡ് വ്യൂ വരയ്ക്കണം എന്നില്ല. സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റുന്നവരും വരച്ചോ, എനിക്ക് നോ പ്രോബ്ലം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു അതും വരച്ചാലും നന്നായിരിക്കും. നമ്മുടെ താഴെയുള്ള ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എക്സ് വൈ ലൈനിൽ നമ്മുടെ 3 വ്യൂസ് വരുന്ന മോഡലിൽ വരയ്ക്കാം. സോ 10:21 ആണ് സമയം. 10:23 നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വേഗം ആയിക്കോട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. സൈഡ് വ്യൂ സമയം ഉണ്ടെങ്കിൽ വരയ്ക്കാം. കംപ്ലീറ്റ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഡ്യൂ ടു നെറ്റ്വർക്ക് ഇഷ്യൂ ഐ ഡിഡ്ന്റ് ഹിയർ യു. വേറെ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എൻ്റെ വോയിസ് മിസ് ആവുകൊണ്ട് വെച്ചെങ്കിൽ ചാറ്റിൽ പറഞ്ഞ ഉപകാരമായിരിക്കും കേട്ടോ. ഇപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലാവർക്കും ആർക്കാണെങ്കിൽ വരാം. എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം. വോയിസ് മിസ് ആവുകൊണ്ട് അല്ലെങ്കിൽ പി പി ടി കാണാനില്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചെങ്കിൽ ചാറ്റുകളിൽ പറയാം. ഇപ്പൊ എൻ്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഇപ്പൊ എൻ്റെ വോയിസ് ഓഡിബിൾ? ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും വരച്ചു കഴിഞ്ഞു വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതിൽ ഇപ്പൊ ആരോടും ചോദിക്കണമെന്നില്ല. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഏറ്റവും ടഫ് ആയിട്ടുള്ള നമുക്ക് ഓരോരുത്തരും വരപ്പിക്കാം. ഓക്കെ, സോ നമ്മുടെ പ്ലെയിൻസ് നമുക്ക് ഒബ്ജക്റ്റിന് ഓരോ ഫ്രണ്ട് വ്യൂ നമ്മൾ ലെഫ്റ്റ് ഇവിടെ നോക്കുന്നു, ആൻഡ് ടോപ്പ് വ്യൂ ഇവിടെ നോക്കുന്നു, ആൻഡ് വി വിൽ ഹാവ് 3 റെഫറൻസ് പ്ലെയിൻസ്. ഫസ്റ്റ് പ്ലെയിൻ ഇസ് കോൾഡ് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ. അപ്പൊ നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലൂ ഷെയ്ഡ് മാത്രമേ കാണുള്ളൂ. നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ നിന്നാണ് ഓബ്ജക്റ്റിനെ വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ബ്ലൂ ഷെയ്ഡ് മാത്രമേ കാണുള്ളൂ. യെല്ലോയും ഗ്രീനും ഒന്നും നമുക്ക് കാണാനില്ല. ബട്ട് ആൻഡ് വി വിൽ സീ എ റെക്ടാംഗിൾ ഓഫ് ഹൈറ്റ് 50 ആൻഡ് ബ്രെഡ്ത്ത് 20. 20 mm ബ്രെഡ്ത്തും 50 mm ഹൈറ്റും ഉള്ള ഒരു റെക്ടാംഗിൾ ആയിരിക്കും നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം കറക്റ്റ് ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രീൻ കളർ മാത്രമേ നമുക്ക് വിസിബിൾ ആവുള്ളൂ. കറക്റ്റ് ടോപ്പ് നോക്കുകയാണെങ്കിൽ പ്ലീസ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കാൻ. ഈ ഒബ്ജക്റ്റ് നമുക്ക് ഒരു 3D ഒബ്ജക്റ്റ് വന്നു, അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇനിയും ക്വസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട്. ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ഇതൊന്നും ഒരിക്കലും എക്സാം ചോദിക്കില്ല. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും പാസ്സായി പോകും. കുറച്ചൊക്കെ ടഫ് ആയിട്ടേ ചോദിക്കുള്ളൂ.
കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ആർക്കും വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വെച്ച് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റും, അവൻ വരയ്ക്കും. നമ്മൾ 5ാം ക്ലാസ്സിലല്ല, നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോമ്പണൻസ് നമുക്ക് വരയ്ക്കേണ്ടി വരും. എസ് എ മെക്കാനിക്കൽ എഞ്ചിൻ പാർട്സുകൾ, അതിന്റെ ഒക്കെ ഇതുപോലത്തെ 3D വ്യൂ തരും. അപ്പൊ അതെങ്ങനെ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ വരയ്ക്കുക, അതൊക്കെയാണ് നമ്മൾ വരയ്ക്കുക. അതിന് കറക്റ്റ് ടോപ്പ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഗ്രീൻ റെക്ടാങ്കിൾ മാത്രമാണ് വിസിബിൾ ആയിരിക്കുക. ആൻഡ് റിമൈനിങ് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഗ്രീൻ റെക്ടാങ്കിൾ മാത്രമാണ് വിസിബിൾ ആയിരിക്കുക, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇൻ ദ ടോപ്പ് വ്യൂ വി വിൽ സീയിങ് എ റെക്ടാങ്കിൾ, ഗ്രീൻ റെക്ടാങ്കിൾ ആണ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് റെക്ടാങ്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് 20 mm ബ്രെഡ്ത്തും 10 mm ഡെപ്തും ഉള്ള, അല്ലെങ്കിൽ 10 mm സൈഡ്, രണ്ട് സൈഡ് 20x10 സൈഡുള്ള ഒരു റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. നമ്മൾ ഒരു മോർ ദാൻ 50% ആൾക്കാർക്കും ഈ ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലേ, ഇത് ഒരു ഇതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റാത്തവര് ഇനി വരയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റാത്തവരുണ്ടോ? അപ്പോൾ ഇനി ഒന്നുകൂടി പറയണോ, മീൻസ് എങ്ങനെ ഫ്രണ്ട് വ്യൂ എങ്ങനെ ടോപ്പ് വ്യൂ വരച്ചെന്ന്? ഇല്ലല്ലോ. ഇനി ഇതേപോലെ തന്നെ വിൽ ബി ലുക്കിംഗ് ഫ്രം ദ എക്സാക്ട് ലെഫ്റ്റ്, ഒബ്ജക്റ്റിന്റെ എക്സാക്ട്ലി ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലെ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് യെല്ലോ പോർഷൻ മാത്രമാണ് വിസിബിൾ ആയിരിക്കുക. ഈ യെല്ലോ പോർഷൻ മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിരിക്കുക. ഗ്രാഫ് വരച്ചില്ല എന്നാണ്. മനസ്സിലായില്ല. ഗ്രാഫ് വരച്ചില്ല എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഗ്രാഫ് മനസ്സിലായില്ല. എന്താണ് ആൽവിൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. വോയിസ് ഓൺ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഗ്രാഫ് വരച്ചില്ല എന്താണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോ പ്രോബ്ലം. ആൽവിൻ പോയോ? ഗ്രാഫ് അല്ല, നമുക്കൊരു റെഫറൻസ് ലൈൻ ഉണ്ട്. ഇപ്പോൾ അത് താഴെ കാണിച്ചേക്കുന്നില്ലേ, നമ്മൾ എല്ലാ ഡ്രോയിങ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ഈ XY ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ XY ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കും. ആ റെഫറൻസ് ലൈൻ നമ്മൾ XY ലൈൻ എന്ന് പേരെടുക്കും. XY ലൈൻ ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാ? നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിന്റെയും ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷനിലൂടെയാണ് XY ലൈൻ ക്രിയേറ്റ് ആയത്. ഓക്കെ, ആദ്യം നമ്മൾ XY ലൈൻ വരയ്ക്കും, അതിന്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കും, അതിന്റെ താഴെ ടോപ്പ് വ്യൂ വരയ്ക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്കൊരു ക്വസ്റ്റിന് തരാത്തതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസിൽ വരയ്ക്കാം. ചേർത്ത് വരച്ചാലും കുഴപ്പമില്ല, ഒരുപാട് ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല. ഗ്രാഫ് അല്ല കേട്ടോ, XY ലൈനാണ്. XY ലൈൻ എന്താ? XY ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് പ്ലെയിന്റെ, വെർട്ടിക്കൽ പ്ലെയിന്റെയും ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ വരുന്നപ്പോഴാണ്. അല്ലെങ്കിൽ രണ്ട് പ്ലെയിൻ ഇന്റർസെക്ഷൻ, ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യണ രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈനാണ് കിട്ടുക. രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു പോയിന്റ് കിട്ടുക. രണ്ട് ലൈൻ എവിടെ ഇന്റർസെക്ട് ചെയ്യാൻ വെച്ചാൽ ഒരു പോയിന്റിൽ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യാം. രണ്ട് പ്ലെയിൻ എവിടെ ഇന്റർസെക്ട് ചെയ്യാൻ? അവർ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈനിലായിരിക്കും. ഓക്കെ, അതുപോലെ അപ്പോൾ XY ലൈൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ലൈൻ ആണ്, ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ ഗ്രാഫ് അല്ല കേട്ടോ നമുക്ക് അവിടെ ആവശ്യം ആൽബിനെ. നമുക്കൊരു റെഫറൻസ് ലൈൻ ആണ്, ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അതേപോലെ തന്നെ XY ലൈൻ വെച്ച് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ അടുത്ത റെഫറൻസ് ലൈൻ വരയ്ക്കും. ചിലർ X', Y' പേര് കൊടുക്കും. ഓക്കെ, നമുക്കിപ്പോൾ പേരൊന്നും കൊടുക്കണം, അവിടെ ഇരിക്കട്ടെ. അത് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ്, ഇതുപോലെ ഈ പ്രൊഫൈൽ പ്ലെയിന്റെയും വെർട്ടിക്കൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ ആണ് ഇത്. പ്രൊഫൈൽ പ്ലെയിന്റെയും വെർട്ടിക്കൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ, അതിന്റെ പ്രൊഫൈൽ പ്ലെയിന്റെയും ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ ഇവിടെയും വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അടുത്ത ലൈൻ. അപ്പൊ അടുത്ത് നമ്മൾ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആദ്യം അതുപോലെ XY ലൈൻ വരച്ചു, നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വരച്ചു, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരച്ചു, അടുത്തൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, പിന്നെ ഈ ഒബ്ജക്റ്റ് നേരെ അടുത്ത ഒബ്ജക്റ്റ് ഇവിടെ വരച്ചു. അപ്പൊ കൂടുതൽ വരയ്ക്കുമ്പോൾ ഈ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ തന്നെ നമ്മൾ കറക്റ്റ് ലെഫ്റ്റിൽ നോക്കുമ്പോൾ യു വിൽ സി എ യെല്ലോ റെക്ടാങ്കിൾ. ആ യെല്ലോ റെക്ടാങ്കിൾ സൈസ് എത്രയായിരിക്കും? അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 mm വിഡ്ത്തും അതുപോലെ 50 mm ലെങ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും.
ഇങ്ങനെയാണ് നമ്മൾ ഒരു 3D ഒബ്ജക്റ്റ് എന്നാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെക്ടാംഗിൾ ഒബ്ജക്റ്റ് ആണ്. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇമാജിനേഷൻ പവർ ഒരു 3D ഒബ്ജക്റ്റ് കണ്ടാൽ അതിന് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കാണാൻ പറ്റുന്നു. ഓക്കെ, ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. സെയിം ഒബ്ജക്റ്റ് തന്നെ, നമുക്ക് അധികം ഇമ്പോർട്ടന്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നത് തേർഡ് ആംഗിളിലാണ്. ഓക്കെ, ഒബ്ജക്റ്റ് അവിടെ വെച്ചിട്ട് തേർഡ് ആംഗിൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് അപ്പൊ നമ്മുടെ പ്ലെയിൻസ് വരുന്നത് എവിടേക്കാന്ന് നോക്കാം. അപ്പോൾ എന്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു തേർഡ് ആംഗിൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാം. അവിടെ 4 ആംഗിൾസ് 1, 2, 3, 4. തേർഡ് ആംഗിളിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അതിന്റെ റെഫറൻസ് പ്ലെയിൻസ് ഒന്ന് ടോപ്പിലും വരും, ഒന്ന് അതിന്റെ പുറകിലും വരും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ മുകളിലേക്കാണ് പ്രൊജക്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, അതിന്റെ ടോപ്പില് റെഫറൻസ് പ്ലെയിൻ വെച്ചു, അതിലേക്കാണ് നമ്മൾ ആദ്യത്തെ വ്യൂ പ്രൊജക്ട് ചെയ്യുക. അതുപോലെ അതിന്റെ ഫ്രണ്ടില് കഴിഞ്ഞ കേസിൽ നമ്മൾ ഇവിടെയായിരുന്നു റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഈ കേസിൽ നമ്മൾ അതിന്റെ പുറകിലായിരിക്കും റെഫറൻസ് പ്ലെയിൻ വെക്കുക. ആൻഡ് വിൽ ബി പ്രൊജക്ടിങ് ബാക്ക്വേർഡ് ഡയറക്ഷൻ, ബാക്കിലേക്കാണ് പ്രൊജക്ട് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ. ആൻഡ് ടോപ്പ് സൈഡ് വ്യൂ, നേരത്തെ കേസിൽ ഈ സൈഡിലാണ് നമ്മൾ സൈഡ് വ്യൂ വരച്ചിരുന്നത്. തേർഡ് ആംഗിളിലാകുമ്പോൾ ഈ സൈഡിലാണ് നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കുക. റൈറ്റ് സൈഡ് വ്യൂ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതിലും വിൽ ബി പ്രൊജക്ടിങ് ബാക്ക്വേർഡ്. ജസ്റ്റ് തേർഡ് ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്ക് കൂടുതലും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആംഗിളിൽ കുറച്ച് ഷേപ്പുകൾ വെച്ച് നോക്കാം. ആദ്യം ഇത് നമ്മൾ വരച്ചതാണ്, അപ്പൊ ഒന്നുകൂടി വരയ്ക്കണ്ട. ഇതിന്റെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ആംഗിൾ, ഫസ്റ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഡയമെൻഷൻസ് ഒന്നും വെച്ച് നമുക്ക് വരയ്ക്കാം. ഇനി അടുത്ത ഒബ്ജക്റ്റ് നമ്മൾ ഡയമെൻഷൻസ് ഒന്ന് മാത്രം, തേർഡ് ആംഗിള്. ആൻഡ് ഇതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ നമുക്കൊന്ന് നമ്മുടെ ഇമാജിനേഷൻ പവർ വെച്ചൊന്ന് വരച്ചു നോക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് എടുക്കാം. അതേപോലെ അതിന്റെ സൈഡുകൾ ഞാൻ തരാം. ലെറ്റ് ദിസ് ബി ഒരു 50 mm, ലെറ്റ് ദിസ് ബി ഒരു 50 mm, ദിസ് ബി 50 വേണ്ട, 30 മതി. 30 mm, 50 mm, let this be 10, 10, 10, and let this be let this be okay 30 mm. ഇതൊരു 20, ഈ സൈഡ് 20, for remaining it will be 10. അപ്പൊ എല്ലാ സൈഡും ആയില്ലേ? ഇനി നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, കറക്റ്റ് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ് കാണുക? ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ പിങ്ക് സൈഡ് മാത്രം കാണുന്നു പറയരുത് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന് ഏതൊക്കെ പോർഷൻസ് കാണുന്നോ അതെല്ലാം നമ്മൾ വരയ്ക്കണം. സോ ഐ വിൽ ഗിവ് യു 5 minutes, 10:33. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ചെയ്ത് ചോദിക്കാം. ഇത് കാരണം ഇതൊരു നമ്മുടെ പക്കാ ക്വസ്റ്റ്യൻ ആണ്, ഒരു മെഷീൻ പാർട്സിലേക്ക് കടക്കാൻ പോകും, അതിന്റെ പക്കാ ക്വസ്റ്റ്യൻ ആണ്. ഇത് വരയ്ക്കുന്ന ചിലപ്പോൾ ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ വരാം, അതൊക്കെ നമുക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. നിങ്ങളുടെ സ്ക്രീൻ വേണമെങ്കിൽ കാണിച്ചിട്ട് അങ്ങനെ ചോദിക്കണം, അങ്ങനെ ചോദിക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഐ വിൽ ഗിവ് യു 5 minutes. നൗ ദ ടൈം ഈസ് 10:33. നമുക്ക് 10:38 അവസാനിപ്പിക്കാം. ഇന്ന് ഈ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യണുള്ളൂ. അപ്പൊ അതില് 10:38 10:45 വരെ സമയമുണ്ട്. 10:38 നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് മാത്രം. അതിന്റെ മാക്സിമം സമയം നമ്മൾ ആദ്യം എക്സ് വിലയും വരച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരച്ചു തുടങ്ങുക. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്തൊക്കെ കാണും അതൊക്കെ വരയ്ക്കണം കേട്ടോ. ഇത് നമ്മുടെ ഇമാജിനേഷൻ പോലെ ആയിട്ടാണ് വർക്ക് ചെയ്യട്ടെ. ഇനി കുറച്ച് ഡാറ്റയും കൂടി തരാനുണ്ട്. ഹൈറ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതൊരു 10, ഇതൊരു 10, ഇതൊരു 10. അപ്പൊ ഇതും മാറ്റി വരയ്ക്കേണ്ടി വരും. ഇതൊരു 30 ആക്കാം. വേണ്ട, 30. ഡ്രോ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. ഡൗട്ടുകളൊക്കെ എന്താ വെച്ച് ചോദിക്കാം. ആവശ്യത്തിന് സമയമുണ്ട്, 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് ഒക്കെ കുറച്ച് ടൈറ്റ് ആണ്. റഫായിട്ടെങ്കിലും വരയ്ക്കാൻ നോക്കാം. അത്യാവശ്യം എല്ലാവരും സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം.
കഴിഞ്ഞ ദിവസം പോയിന്റ്സ് വരച്ചപ്പോൾ കുറെ ആൾക്കാർ ഫ്രീ ഹാൻഡ് വരച്ചു കണ്ടു. ഞാൻ പറഞ്ഞതാണ് സ്കെയില്, പെൻസില്, ഷാർപ്പനർ, കട്ടർ എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നോക്കിയിട്ട് വരയ്ക്കാം, നീറ്റായിട്ട് വരയ്ക്കാം. ഡയമെൻഷൻ ഒക്കെ നമുക്ക് തൽക്കാലം മാർക്ക് ചെയ്യണ്ട, തൽക്കാലം ഡ്രോയിങ്സ് മാത്രം വരച്ചാൽ മതി. ആക്ച്വലി ഇറ്റ് ഈസ് ഒരു റെക്ടാങ്കുലർ ക്യൂബാണ്, അല്ല സോറി ക്യൂബാണത്. എല്ലാ സൈഡ് 3 സൈഡ് 30 അല്ലേ, ക്യൂബാണ്. ക്യൂബിൽ നിന്ന് കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ കട്ടിങ് നമുക്ക് ഇതിന്റെ 3 വ്യൂസ് വരുമ്പോൾ ആ കട്ടിങ് എവിടെയാന്ന് നമുക്ക് മനസ്സിലാവുന്ന മോഡലാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കട്ടിങ് കാണണം, ടോപ്പ് നോക്കുമ്പോൾ കട്ടിങ് കാണണം, സൈഡിൽ നോക്കുമ്പോൾ കട്ടിങ് കാണണം. ഇൻ ബിറ്റ്വീൻ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. നമ്മളിപ്പോ ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചെറുതാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും അത് ചിലപ്പോൾ വലിയ ഡൗട്ടായിരിക്കും. എല്ലാവരും അതേപോലത്തെ ഒരു എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയായിരിക്കും. ആരെങ്കിലും ആൾ ചോദിക്കട്ടെ, ചോദിച്ചതിന് ഉപകാരമായിരുന്നു വിചാരിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ മടിയൊന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാം ഡൗട്ടിനെ പറ്റിയിട്ട്. കാണുമ്പോൾ ആക്ച്വലി ഇതൊരു ക്യൂബ് പോലെ ഇല്ല, കുറച്ച് സൈഡ് ഹൈറ്റ് കൂടുതലാണ്. റെക്ടാങ്കിൾ പ്രിസത്തിൽ കട്ട് ചെയ്ത പോലെ ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തപ്പോൾ അത് ക്യൂബായി. അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എക്സൈലായി വരയ്ക്കും. അതിപ്പോൾ എല്ലാവരും വരയ്ക്കും, ഞാനും വരയ്ക്കും. ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? ആരോ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? സാർ ഇത് വരച്ചു, ഇനി സാർ എന്തിനാ സർട്ടിഫിക്കറ്റ് പോലെ അയച്ചത് മെയിലിൽ? സർട്ടിഫിക്കറ്റ് ചുമ്മാ ഒരു പ്രോത്സാഹനം പോലെ, അത് വെറുതെ നിങ്ങള് വെറുതെ ഒരു പ്രോത്സാഹനം പോലെ. ആ സർട്ടിഫിക്കറ്റ് എവിടെയും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കൊരു ആയിട്ട് തന്നെ ഒരു പ്രോത്സാഹനം പോലെ അയച്ചു മാത്രം. നിങ്ങൾ എക്സാം നടത്തി നമ്മൾ അതിൽ പാസ്സായി 60% മാർക്ക്, 60% അബവ് കുട്ടികൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് കോംപ്ലിമെന്ററി, അത്രേ ഉള്ളൂ. എന്തേ എന്താണ് ഹെൽപ്പ് ചോദിച്ചു? ഹെൽപ്പ് സാർ എന്ന് പറഞ്ഞു. ഇത് വരച്ചു കഴിഞ്ഞാ ഓക്കെ. നമുക്ക് ആദ്യം നമ്മുടെ കേട്ടാൻ നമ്മൾ 38 വരില്ല സമയം പറഞ്ഞേ, നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മൾ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? എക്സലൈൻ വരയ്ക്കും. എക്സലൈൻ വരച്ചു. ഇനി നമ്മൾ ഫ്രണ്ടിന് എന്തൊക്കെ കാണുന്നു നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്തായാലും ഈ പിങ്ക് സൈഡ് കാണും. പിങ്ക് സൈഡ് എന്തായാലും കാണും. അപ്പൊ പിങ്ക് സൈഡ് ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കും. പിങ്ക് സൈഡ് ഒരു 30 ബേസ്, ഒരു 30 ഹൈറ്റ്, പിന്നെ 10ന്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട്,
പിന്നെ 10ന്റെ സ്റ്റെപ്പ് താഴേക്ക്, പിന്നെ 10ന്റെ സ്റ്റെപ്പ് റൈറ്റ് സൈഡിലേക്ക്, പിന്നെ 10ന്റെ സ്റ്റെപ്പ് താഴേക്ക്, വീണ്ടും 10ന്റെ സ്റ്റെപ്പ് റൈറ്റ് സൈഡിലേക്ക്, വീണ്ടും 10ന്റെ സ്റ്റെപ്പ് താഴേക്ക്. ഈ സൈഡ് ഇങ്ങനെ എന്തായാലും കാണും. പിന്നെന്ത് കാണും? ഈ ഗ്രീൻ കളർ കാണാൻ പറ്റും. ഈ ഗ്രീൻ കളർ കാണാൻ പറ്റും. ബാക്ക് വ്യൂ വേണ്ട കേട്ടോ, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ആണ് നമുക്ക് ആവശ്യം. ബാക്ക് വ്യൂ നമുക്ക് ആവശ്യമില്ല. ബാക്ക് വ്യൂ എന്നിട്ട് ബാക്ക് വ്യൂ കറക്റ്റ്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, എന്ത് നോ നോ എന്ന് പറയുന്നത്? കഴിഞ്ഞിട്ടില്ല എന്നാണോ നോ എന്ന് പറയുന്നത്? കഴിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ഇനിയും വരയ്ക്കാൻ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് വരച്ചു നോക്കാം. വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞോളൂ. എന്താ ഡൗട്ട് ഉണ്ട് വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഗ്രീൻ കാണില്ല. ഓക്കെ, ഗ്രീൻ കാണില്ല, കറക്റ്റ് ആണ്. ഗ്രീൻ കാണാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് അബൌട്ട് ബ്ലൂ? ബ്ലൂ ഷെയ്ഡ് കാണാൻ പറ്റും നമുക്ക്. ബ്ലൂ ഷെയ്ഡ് കാണാൻ പറ്റും. ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ കംസ് ദ പിങ്ക് ഷെയ്ഡ്. ഈ പിങ്ക് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. പിങ്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ പിങ്ക് സൈഡിന്റെ ഡയമെൻഷൻ നമ്മളിവിടെ വരയ്ക്കേണ്ടി വരും. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കട്ടിങ്സ്, ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള കട്ടിങ്സ് ആണ്. അത് വയലറ്റ് കളർ, പിങ്ക് അല്ല, ഈ വയലറ്റ് കളർ, അത് റോസ് പിങ്ക് ഷെയ്ഡിൽ നമുക്കൊരു ഇത് കാണാൻ പറ്റും. ഇതിന്റെ സൈസ് തന്നെ ഇവിടെ 20, ഇവിടെ 10, ഇവിടെ 10 വരുന്ന മോഡൽ. അതായത് ഫ്രണ്ട് ഈ റോസും കാണാം, ഈ പിങ്കും നമുക്ക് കാണാൻ പറ്റും. ആ പിങ്കിന്റെ ഷേപ്പ് നമുക്ക് അതിലേക്ക് വീണ്ടും എടുത്ത് വരയ്ക്കേണ്ടി വരും. സോ നമ്മൾ ബാക്കി വരുന്ന ഷേപ്പ് ആയിട്ടുള്ള ജോയിൻ ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂയിൽ നോക്കുമ്പോൾ കാണാം. അല്ല, ഇനി വേറൊരു എഡ്ജും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണുന്ന എഡ്ജുകൾ ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, സോറി 1 മിനിറ്റ്, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, അതേപോലെ തന്നെ ഇത് കാണാം, ഇത് കാണാം, ഈ വലിയ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം. ഈ ഫ്രണ്ട് വ്യൂവിൽ എല്ലാ എഡ്ജും കാണാം. അതുപോലെ ഈ എഡ്ജ് കാണാം, ഈ വെർട്ടിക്കൽ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജും കാണാൻ പറ്റും, ഇതും കാണാം. ഇത്രയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ എഡ്ജ് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഇതിന്റെ പുറകിലായതുകൊണ്ട് നമുക്ക് അത് വരയ്ക്കണം എന്നില്ല. ഓൾറെഡി നമ്മൾ അത് വരച്ചിരുന്നു, മുന്നിൽ എഡ്ജ് വരച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റാവുന്ന എഡ്ജുകൾ 1, 2, 3, 4, 5, 6, 7, 8 പ്ലസ് 3, 2, 10 എഡ്ജ് നമ്മൾ വരച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 എഡ്ജ് വരച്ചു, ഫ്രണ്ട് വ്യൂയിൽ വരച്ചു. ഇനി നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ കൂടി വരയ്ക്കണം. ടോപ്പ് വ്യൂ കൂടി വരച്ച് നമ്മൾ അതിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ആദ്യം നമ്മൾ 2 എക്സ്റ്റൻഷൻ ലൈൻ, ലൈറ്റ് ആയിട്ട് 2 എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിടും. ലൈറ്റ് ആയിട്ട് നമ്മൾ 2 എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിടും ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ഇനി ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നമ്മൾ നോക്കി നോക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, ടോപ്പ് നിന്നാണ് നോക്കുന്നത്, ടോപ്പ് നിന്നാണ് നോക്കുന്നത്, ടോപ്പ് നോക്കുന്നു. ടോപ്പ് നോക്കുമ്പോൾ ആദ്യം എന്തായാലും ഈ ക്രീം കളറിലുള്ള എൽ ഷേപ്പ് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ക്രീം കളറിലെ എൽ ഷേപ്പ് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പൊ ആ എൽ ഷേപ്പ് വരയ്ക്കണം ആദ്യം. ഫസ്റ്റ് വിൽ ഡ്രോ ദ എൽ ഷേപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കും. അപ്പൊ എൽ ഷേപ്പ് നമ്മുടെ ടോപ്പ് നല്ല നോക്കണം, ഇവിടെയാണ് വെർട്ടിക്കൽ പ്ലെയിൻ വരിക, എക്സ് ലൈൻ ഇവിടെയാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ വരിക. അപ്പൊ അവിടുന്ന് കുറച്ചും കൂടി നായിട്ട് നമ്മൾ ഈ എൽ ഷേപ്പ് വരയ്ക്കാം. ചേർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നു മാത്രം. എൽ ഷേപ്പിന് ഡയമെൻഷൻ എടുത്തിട്ട് നമ്മൾ എൽ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തു. 10 mm ഇവിടേക്ക്, 20 mm ഇവിടേക്ക്, 10 mm ഇവിടേക്ക്, 10 mm ഇവിടേക്ക്. ഈ എൽ ഷേപ്പ് എന്തായാലും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബ്ലൂ നോട്ട് വിസിബിൾ ആയിരിക്കും, ഈ ബ്ലൂവും നോട്ട് വിസിബിൾ ആയിരിക്കും, അല്ലെ? ആ 2 ബ്ലൂവും നോട്ട് വിസിബിൾ ആയിരിക്കും.
രണ്ട് ബ്ലൂവും നോട്ട് വിസിബിൾ ആയിരിക്കും. പിന്നെ ഗ്രീൻ കളർ, നമുക്കൊരു ഗ്രീൻ കളർ താഴെ ഉണ്ട്. ഈ ഗ്രീൻ കളർ വിസിബിൾ ആയിരിക്കും, ഈ ഗ്രീൻ കളർ വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ രണ്ട് ഗ്രീൻ കളർ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വീണ്ടും പെൻ എടുത്തിട്ട് ഗ്രീൻ കളറിന്റെ സൈസ് എടുക്കാം, 2010. അപ്പൊ 2010 ആയിട്ട് നമ്മൾ അതിന്റെ ഗ്രീൻ കളർ നമ്മൾ വരയ്ക്കും. ഇവിടെ 20 എടുത്തു, 10 എടുത്തു, ഒരു ഗ്രീൻ കളർ വരച്ചു, വീണ്ടും 10 എടുത്തിട്ട് അടുത്ത ഗ്രീൻ കളർ വരച്ചു. ഞാനിപ്പോ സ്കെയിലൊന്നും ഇല്ലാണ്ട് വരയ്ക്കുന്ന കാരണം എനിക്ക് ഇതിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇതിന്റെ സ്ക്രീനിന്റെ ഉള്ളിൽ വരയ്ക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ഷേപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കാം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ. ഇനി നമുക്ക് വരച്ചാൽ മാത്രം പോരാ, ഇതിന്റെ ഡയമെൻഷൻസും കൊടുക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡയമെൻഷൻസും നമ്മൾ ഇതിൽ കൊടുക്കണം. അപ്പൊ ഇന്നലെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഓരോരോ ഡയമെൻഷൻസ് ആയിട്ട് കൊടുക്കും. ഇവിടെ നിങ്ങൾ 2 എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ട് ഒരു ഡയമെൻഷൻ, ഇങ്ങനെ ഒരു ഡയമെൻഷൻ, എക്സ്റ്റൻഷൻ ലൈൻ, അടുത്ത ഡയമെൻഷൻ, ഇവിടെ താഴേക്ക് എക്സ്റ്റൻഷൻ ലൈൻ അല്ലെങ്കിൽ മേലേക്ക് എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ട് ഒരു ഡയമെൻഷൻസ് വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് ആവശ്യമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കാം. അതുപോലെ ടോപ്പ് വ്യൂവിനും ഡയമെൻഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്കൊരു 3D, ഒരു മിനിറ്റ് വീഡിയോ നോക്കാം, ഒരു മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു 3D ഒബ്ജക്റ്റിന്റെ തന്നാൽ ഇങ്ങനെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കും. അപ്പൊ നിങ്ങൾ സൈഡ് വ്യൂ കൂടി വരയ്ക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലെ ഞാനൊരു ഒബ്ജക്റ്റ്, നമുക്കൊരു ഒബ്ജക്റ്റ് കൂടി വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ശനി ഞായറും കൂടിയിട്ട് വരയ്ക്കാൻ തരാം. നമ്മൾ ഒബ്ജക്റ്റ് ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും, ടോപ്പ് വ്യൂ നമുക്ക് ഇങ്ങനെ വരും, ആൻഡ് സൈഡ് വ്യൂ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. സോ ഇപ്പൊ പ്രൊജക്ഷൻ നമ്മൾ പറയുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ നമ്മൾ ഇത്രേ വരയ്ക്കുള്ളൂ കേട്ടോ. കളറും ഷെയ്ഡിംഗ് ഒന്നും കൊടുത്തില്ല, നമ്മൾ ഈ ഔട്ട്ലൈൻ മാത്രമേ വരയ്ക്കുള്ളൂ. ഓക്കെ, ആൻഡ് സൈഡ് വ്യൂ വരയ്ക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റ് തന്നാൽ വരയ്ക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടോ? ഈ ഒരു ഒബ്ജക്റ്റ് തന്നാല് വരയ്ക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? അതിന്റെ ഡയമെൻഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതൊരു നമുക്കൊരു 20 എടുക്കാം. വീഡിയോ നോക്കാം, ഒരു മിനിറ്റ്. ഇത് നമുക്കൊരു 50 എടുക്കാം. ടോട്ടൽ 50 എടുക്കാം. ഇത് നമുക്കൊരു 30 എടുക്കാം. ഇതും 30 ആണ്. ആൻഡ് ഈ ഹൈറ്റ് നമുക്കൊരു 10 ആയിട്ട് എടുക്കാം. ഈ ഡിസ്റ്റൻസ് നമുക്കൊരു 10 ആയിട്ട് എടുക്കാം. എല്ലാ ഡിസ്റ്റൻസും ആയില്ലേ? എല്ലാതുമായി, എല്ലാതുമായി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കൂടെ ഉണ്ട്. നമുക്കൊരു 15 എഴുതാം. ഓക്കെ, 15 എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ ഇതിന്റെ ഒരു ഈ ഫോട്ടോ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ ഇത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരുണ്ട് വീഡിയോ നോക്കാൻ പറഞ്ഞാൽ നമുക്ക് അവരുടെ വീഡിയോ കൂടി ഒന്ന് നോക്കി നോക്കാം. എന്താണ് അവരുടെ ഡൗട്ട്, നമുക്ക് വീഡിയോ നോക്കിയേക്കാം. ഓക്കെ ഓക്കെ, ആരാണ് വീഡിയോ ചോദിച്ചതാണ്? ഹലോ, ഹലോ, ആരൊരാൾ വീഡിയോ ഓൺ ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. വീഡിയോ ഒന്ന് നോക്കാന്നും പറഞ്ഞു. അത് സെറ്റായി. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് മൺഡേ ആണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗറിന്റെ നമ്മുടെ ഫിഗർ ഇവിടെ ഇരുന്ന് പോയി. ഓക്കെ, ആ ഫിഗർ ഒന്നുകൂടിയും എടുത്തിട്ട് ഞാൻ ഇതിൽ ഇടാം. അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒന്ന് വരയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒന്ന് വരച്ചിട്ട് നമ്മൾ ഇടാൻ നോക്കുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി.
അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇനി വരയ്ക്കേണ്ട ഇടയിൽ വരികയാണെന്ന് വിളിച്ചോളൂ കേട്ടോ, നോ പ്രോബ്ലം. ഫോൺ നമ്പർ ഉണ്ടാവും, ഗ്രൂപ്പിലുണ്ടാവും, വിളിക്കാം, സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ശരി അപ്പോൾ, ഓക്കെ, താങ്ക് യു.